ആദ്യം ഗാസ, പിന്നെ ഇറാൻ, ഒടുവിൽ ഖത്തർ. ഇനി ആരെയാകും ഇസ്രായേൽ ആക്രമിക്കുക? പാകിസ്ഥാനെ ലക്ഷ്യമിട്ടും ഇസ്രായേൽ ആക്രമണം നടത്തുമെന്ന വിലയിരുത്തലുകളുണ്ട്. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ ഉറച്ച പിന്തുണയാണ് പാകിസ്ഥാൻ ഇറാന് നൽകിയത്. മുസ്ലിം രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരെ ഒരുമിക്കണമെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് ആഹ്വാനം ചെയ്തു. ഇറാനെ മാത്രമല്ല, യമനെയും പാകിസ്ഥാനെയും ഇസ്രായേൽ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നും പാകിസ്ഥാൻ്റെ നാഷണൽ അസംബ്ലിയിൽ ജൂൺ 14 പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഒന്നിച്ചു നിന്നില്ലെങ്കിൽ എല്ലാ മുസ്ലിം രാജ്യങ്ങളും സമാന ആക്രമണത്തിനിരയാകുമെന്നും ഖാജ ആസിഫ് പറഞ്ഞിരുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഇറാന് പിന്തുണ അറിയിച്ചു. ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയനെ ഫോണിൽ വിളിച്ചാണ് പാകിസ്ഥാൻ്റെ ഐക്യദാർഢ്യം പ്രധാനമന്ത്രി അറിയിച്ചത്. ഇസ്രായേൽ ആണവായുധങ്ങൾ ഉപയോഗിച്ചാൽ പാകിസ്ഥാൻ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ആണവ ആക്രമണങ്ങൾ നടത്തുമെന്ന് പാകിസ്ഥാൻ ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ജനറലും ഇറാനിയൻ ദേശീയ സുരക്ഷാ കൗൺസിൽ അംഗവുമായ മൊഹ്സിൻ റസായി പറഞ്ഞിരുന്നു. ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷന് നൽകിയ അഭിമുഖത്തിലാണ് മൊഹ്സിൻ റസായി ഇക്കാര്യം പറഞ്ഞത്. ഇസ്രായേൽ ആണവ മിസൈലുകൾ ഉപയോഗിച്ചാൽ ഞങ്ങൾ ആണവായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുമെന്ന് പാകിസ്ഥാൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അഭിമുഖത്തിൽ റസായി പറഞ്ഞു. പാകിസ്ഥാൻ്റെ ഷഹീൻ 3 മിസൈലിന് 2700 കിലോമീറ്റർ വരെ ദൂരമുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ കഴിയും. ഇത് പാകിസ്ഥാന് ഇസ്രായേലിലെ ഏത് പ്രദേശത്തെയും ലക്ഷ്യമിടാൻ കഴിവ് നൽകുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നു. ഇതെല്ലാം ഇസ്രായേൽ വളരെയധികം ഭയക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഖത്തർ ആക്രമണത്തിന് പിന്നാലെ ഇസ്ലാമിക അറബ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, സൗദി അറേബ്യയും പാകിസ്ഥാനും ഒരു നിർണായക പ്രതിരോധ കരാറിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സൗദിയിൽ നടത്തിയ ഔദ്യോഗിക സന്ദർശനത്തിനിടെയാണ് കരാറിൽ ഒപ്പുവെച്ചത്. സൗദി കിരീടാവകാശിയുടെ റിയാദിലെ അൽ യമാമ കൊട്ടാരത്തിൽ വെച്ചായിരുന്നു ഇരു രാഷ്ട്രത്തലവന്മാരും തമ്മിലുള്ള കൂടിക്കാഴ്ച. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ്റെ ക്ഷണപ്രകാരമാണ് പാക് പ്രധാനമന്ത്രി റിയാദ് സന്ദർശിച്ചത്. ഒരു രാജ്യത്തിനെതിരായ ആക്രമണം ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി കണക്കാക്കപ്പെടുമെന്നാണ് ഈ ഉഭയകക്ഷി കരാറിലെ ഒരു പ്രധാന വ്യവസ്ഥ. ഏത് ആക്രമണത്തിനുമെതിരെ സംയുക്ത പ്രതിരോധം ശക്തിപ്പെടുത്താനും കരാർ ലക്ഷ്യമിടുന്നു. ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരായ ആക്രമണം ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി കണക്കാക്കും. ആണവശക്തിയായ പാകിസ്ഥാനുമായി സൗദി അറേബ്യ സൈനിക കരാറിൽ ഒപ്പുവെച്ചത് ഇസ്രായേൽ നിസ്സാരമായി കാണില്ല. ഇറാൻ ആണവശക്തിയായി വളരുന്നതിനെ ചെറുക്കാൻ സകല തന്ത്രങ്ങളും ഇസ്രായേൽ പയറ്റുന്നുണ്ട്. പഹൽഗാം ആക്രമണത്തെ ഇസ്രായേൽ അപലപിച്ചിരുന്നു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പിന്തുണ അറിയിക്കുകയും ചെയ്തു. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ക്രൂരമായ ഭീകരാക്രമണത്തിൽ ഞാൻ അതീവ ദുഃഖിതനാണ്. നിരപരാധികളെ കൊല്ലുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇസ്രായേൽ ഇന്ത്യക്കൊപ്പം നിൽക്കും. ഇങ്ങനെയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. ഇസ്രായേൽ പാകിസ്ഥാനെ ആക്രമിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാകും ഇസ്രായേൽ ആക്രമണം നടത്തുക. യുഎസിൻ്റെ സുഹൃത്ത് രാജ്യമായ ഖത്തറിനെ ആക്രമിച്ച ഇസ്രായേൽ പാകിസ്ഥാനെ ആക്രമിക്കാൻ മടിക്കില്ലെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്.